നമ്മൾ നോക്കിയേ ഇപ്പൊ പറഞ്ഞതിൽ ICT ആയിക്കോട്ടെ, വൈക്കോഫ് ആയിക്കോട്ടെ, എലിയോട്ട് ആയിക്കോട്ടെ, എവിടെയാണ് ഇതിന്റെ എല്ലാം ഒറിജിൻ? ന്യൂയോർക്ക്, എല്ലാം US ആണ്. ദെൻ ഇതിലും വലിയൊരു എക്സാമ്പിൾ ഇനി അധികം അപ്പുറത്തോട്ട് കൊടുക്കാനില്ല. അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. US ഉണ്ടാവുന്നതിന് മുന്നേ ഇലുമിനാത്തി ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഡെഫിനറ്റ്ലി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഈ പറയുന്ന സയൻസ് ഓഫ് ഇലുമിനാലിറ്റി ആണ് നമ്മൾ ഈ കാണുന്ന. ആ ഒരു സംഘടന തുടങ്ങി, അതും ആ US എന്ന് പറയുന്ന ഒരു ആ ഒരു രാജ്യം അങ്ങനെ ഡെവലപ്പായി വരുന്ന സമയത്ത് അതിന് മുന്നേ തന്നെ ആക്ച്വലി എന്തോ ഈ പറയുന്ന ഒരു സംഘടന ഉണ്ട്. എനിക്ക് തോന്നുന്നത് ജപ്പാൻ, നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന ജപ്പാൻ എന്ന് പറയുന്ന ഈ ഒരു രാജ്യം, ദെൻ അമേരിക്കയുടെ ഒക്കെ മുകളിൽ ഒരു മേധാവിത്വം എല്ലാം കൊണ്ടും സാധ്യമാക്കാൻ കഴിയുന്ന ഒരു രാജ്യമായിരുന്നു ഈ പറയുന്ന ജപ്പാൻ. നമുക്ക് ട്രേഡിങ്ങിലോട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ട്രേഡിങ്ങിന്റെ ഒരുപാട്, ഇപ്പൊ നമ്മൾ ഈവൻ ഒന്നും വേണ്ട, നമ്മൾ നോക്കുന്ന ചാർട്ട് ഇത് എവിടെ നിന്നാണ്? ജപ്പാൻ കാൻഡിൽ സ്റ്റിക് ചാർട്ടാണ് അല്ലേ? സോ ഈ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് അവർ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഹൈക്കനേഷ്യ ആണെങ്കിലും ഇങ്ങനെയുള്ള ഈ ചാർട്ടുകളൊക്കെ ഇവരുടെ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ, നമുക്ക് ട്രേഡിംഗ് റിലേറ്റഡ് സംസാരിക്കുമ്പോൾ ഈ ഒരു മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ എല്ലാ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഇൻവെൻഷൻസും ഇതൊക്കെ ഒരു പക്ഷേ നാളെ ഈ പറയുന്ന ഇവർക്ക് ഓപ്പോസിറ്റ് ആവാം, അല്ലെങ്കിൽ ഇവരെക്കാളും സാങ്കേതികപരമായിട്ടും എല്ലാം കൊണ്ടും ജപ്പാൻ മുൻപന്തിയിലാവാം എന്ന് വിചാരിച്ചിട്ടാവാം. വേറൊരു സംഭവം ഉണ്ട്. ഒരു 2 വർഷം മുമ്പ് ഒരു ഓസ്ട്രേലിയൻ ഡോളർ ഈക്വൽ ടു എത്രയായിരുന്നു ഓർമ്മ? 110 JPY ആയിരുന്നു അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ട്രേഡിംഗ് ചാർട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ USD JPY 147 അല്ലെ? അതായത് ഒരുപാട് JPY എന്നുള്ള കറൻസിന്റെ വാല്യൂ അത്രയും മാർക്കറ്റിൽ ഇടിഞ്ഞു.